ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ലൈഫിലെ ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എൻ്റെ പത്മക്കുട്ടിയുടെ ഫേസ്റ്റ് ബർത്ത്ഡേ ആണ്. എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കാറാണ് പതിവ്. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു അതിഥിയാണ് എൻ്റെ പത്മക്കുട്ടിയും. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മാമൻ്റെ മോളും കൂടെ ഏർലി മോർണിംഗ് തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഹാളിലേക്ക്. അപ്പോൾ അവിടെ സ്റ്റേജ് സെറ്റ് ചെയ്യുന്ന കുട്ടികളെല്ലാം സ്റ്റേജ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ വർക്ക്. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി പത്മയെ റെഡിയാക്കാനും കാര്യങ്ങളും എല്ലാം വേണ്ടിയിട്ട് ഹാൾ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഫുഡ് തലശ്ശേരി ബിരിയാണി ആയിരുന്നു, പിന്നെ വെജ് സദ്യ, പിന്നെ ഐസ്ക്രീം. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് അവർ തന്നെ ചെയ്തൊരു ഫ്ലെക്സ് ആണ്. ഇതായിരുന്നു മൊത്തം ഔട്ട്പുട്ട് ഹാളിൻ്റെ. ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ്. ആ കുട്ടികൾ നല്ല ഭയങ്കര പാഷനായിട്ട് ഇത് വർക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ ഏകദേശം ആളുകളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കേക്ക് സെറ്റ് ചെയ്തു. കേക്ക് കട്ടിങ് ആരംഭിച്ചു. ഞാൻ വിചാരിച്ചു പത്മ കരയുമെന്ന്, പക്ഷെ പത്മ നല്ല ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടോ. ഈ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ മൊമെൻ്റാണ് കേട്ടോ. അത്രയും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ ഒരു മൊമെൻറ്റിൽ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ അമ്മേനെ അച്ഛനെയായിരുന്നു കേട്ടോ. ഇത് ഏട്ടൻ്റെ അമ്മയും അച്ഛനാണ്. അവർക്ക് എത്താൻ വേണ്ടി, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഫ്രണ്ട്സ് അവൾക്ക് വേണ്ടിയിട്ട് ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളും അവരുടെ കൂടെ നിന്നിട്ട് എല്ലാവരെയും നോക്കി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. ലാസ്റ്റ് എല്ലാവരും ഫുഡ് കഴിച്ചു, എല്ലാവരും ഐസ്ക്രീം എല്ലാം കഴിച്ചു പിരിഞ്ഞു. പത്മ എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു ആ ഒരു ഡേ.